Welcome to another video of Computer Science Hub. Our subject Android programming and topic data storage options in Android and persistent data. So currently we are at the fifth module, last module in Android programming, and the topics are persisting data, then files, saving state and preferences, saving application data, creating, saving and retrieving shared preferences, preference framework and preference activity, preference layout in XML. Then native preference controls, preference fragments, preference activity, persisting the application state, including static files as resources, working with file system, SQLite, SQLite type, database manipulation using SQLite, SQLite and database-centric data model for Android, Android database classes. These are the topics. Then about persisting data. It denotes information that is infrequently accessed and not likely to be modified. Android provides several options for saving data persistent applications. The solution that is chosen will depend on specific needs such as whether the data should be private to their application or accessible to other application and how much space data require. So the data storage options in Android are the following. First one, using shared preferences. And this store primitive private data on key value pair. Internal storage store private data in the device memory. External storage store public data on the shared external storage. SQLite database stores structured data in private database. Network connection store data on the web with on network server. So persisting data means actually നമ്മൾ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാത്ത ഡാറ്റയാണ്. അതുപോലെ ഇടയ്ക്കായിട്ട് ഇത് മോഡിഫൈ ചെയ്യാനും ചാൻസ് ഇല്ല. അതായത് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റയാണ് പേഴ്സിസ്റ്റിംഗ് ഡേറ്റ. അപ്പം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യുന്നില്ല, അതുപോലെ മോഡിഫൈ ചെയ്യുന്നില്ല. സോ ഈ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ട് അങ്ങനത്തെ ഡാറ്റയാണ് പേഴ്സിസ്റ്റ് ചെയ്യുന്ന ഡാറ്റ, പേഴ്സിസ്റ്റിംഗ് ഡേറ്റ പറയുന്നത്. അപ്പോൾ ദർ ആർ സെവറൽ മെത്തേഡ്സ് ഫോർ സ്റ്റോറിങ് ദിസ് പേഴ്സിസ്റ്റിംഗ് ഡേറ്റ. അപ്പോൾ അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഏതാണെന്നുള്ളത് നമ്മളുടെ ആ ഒരു സിനാരിയോ ബേസ് ചെയ്തിരിക്കും. Whether the data should be private ആണോ അതോ പബ്ലിക് ആക്കണോ, ഓർ എത്ര സ്പേസ്, ഹൗ മച്ച് സ്പേസ് വി റിക്വയർ, ദ ഡേറ്റ റിക്വയർ എന്നെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ദർ ആർ മെയിൻലി 5 ഓപ്ഷൻസ് ഫോർ ഡാറ്റ സ്റ്റോറേജ് ഓഫ് പേഴ്സിസ്റ്റിംഗ് ഡേറ്റ. ഫസ്റ്റ് വൺ, ഷെയർഡ് പ്രിഫറൻസസ്. ഷെയർഡ് പ്രിഫറൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രിമിറ്റീവ് ഡാറ്റാസ് ജസ്റ്റ് കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രിമിറ്റീവ് മെക്കാനിസം ആണ്. ദെൻ നമ്മളുടെ ഇന്റേണൽ സ്റ്റോറേജ്, മൊബൈൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഇന്റേണൽ സ്റ്റോറേജും എക്സ്റ്റേണൽ സ്റ്റോറേജും ഉണ്ടല്ലോ. സോ അതുപോലെ ഇന്റേണൽ സ്റ്റോറേജിൽ പ്രൈവറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാം ഡിവൈസ് മെമ്മറിയിൽ. അതല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ സ്റ്റോറേജ് ആയിട്ട് ഇപ്പോൾ മെമ്മറി കാർഡൊക്കെ പോലെ എക്സ്റ്റേണൽ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാം. ഓർ അതർവൈസ് വി ക്യാൻ യൂസ് SQLite ഡാറ്റാബേസ്. സ്ട്രക്ചർഡ് ഡാറ്റയാണ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് നെറ്റ്വർക്ക് സെർവറിൽ സ്റ്റോർ ചെയ്യാം. നമ്മൾ അറിയില്ല, നെറ്റ്വർക്ക് കണക്ഷൻ യൂസ് ചെയ്തിട്ട് സ്റ്റോർ ഡാറ്റ ഓൺ ദ വെബ് വിത്ത് ഓൺ നെറ്റ്വർക്ക് സെർവർ. സോ ദീസ് ആർ ദ ഓപ്ഷൻസ്. സോ നമുക്ക് നോക്കാം. ബിഫോർ ദാറ്റ്, പേഴ്സിസ്റ്റൻ്റ് ഡാറ്റ അല്ലെങ്കിലും സേവ്ഡ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ആദ്യം ഇതെന്താണെന്ന് നോക്കണം. ആക്ച്വലി നമ്മൾ എല്ലാ ആൻഡ്രോയിഡ് പ്രോഗ്രാം എഴുതുമ്പോഴും അതിൻ്റെ മെയിൻ ആക്ടിവിറ്റിയുടെ ഉള്ളിൽ ഇങ്ങനെ 2 ഫംഗ്ഷൻസ്, ഈ ഓൺ സേവ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ഓൺ ക്രിയേറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ റെസ്യൂം ചെയ്യുമ്പോൾ ഡാറ്റ നമ്മുടെ ആക്ടിവിറ്റി റെസ്യൂം ചെയ്യുമ്പോൾ ഓൺ സേവ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് കോൾ ചെയ്യുന്നുണ്ട്. ഓൺ ക്രിയേറ്റിലാണ് ഡാറ്റ ക്രിയേറ്റ് ആവുന്നത് അല്ലേ. ആൻഡ് ഓൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓൺ റീസ്റ്റോർ ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് എന്നുള്ളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുണ്ട്. സേവ്ഡ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് ഇസ് ദ വെരി ഫസ്റ്റ് സീൻ വെൻ യു ആർ സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ് ദ ഡാറ്റ ഇൻ യുവർ അപ്ലിക്കേഷൻ. വെൻ യു ആർ സ്റ്റോറിങ് ദ ഡാറ്റ ആൻഡ് വെൻ യു ആർ റിട്രീവിങ് ദ ഡാറ്റ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് സേവ്ഡ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ്. ബട്ട് ദിസ് ഇസ് നോട്ട് ദ കേസ് ഓഫ് പേഴ്സിസ്റ്റന്റ് ഡാറ്റ. ഓക്കെ, പേഴ്സിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഫ്രീക്വൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്ന ഡാറ്റാസ് ആണ്. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റേസിൻ്റെ കേസിലാണ് സേവ്ഡ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് വരുന്നത്. And this method is called on saved instance state method is called when an activity is destroyed which takes its bundle as parameter. അപ്പോൾ നമ്മളിത് കണ്ടിട്ടുണ്ടാവും അല്ലേ, ഓൺ സേവ്ഡ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് ബണ്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാ ആക്ടിവിറ്റിയിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് കോൾ ചെയ്യുന്നത് നമ്മളുടെ ആക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്യില്ലേ, ആക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്യുമ്പോഴാണ് ഈ മെത്തേഡ് കോൾ ചെയ്യുന്നത്. ദിസ് ബണ്ടിൽ ഇസ് എ കളക്ഷൻ ഓഫ് കീ വാല്യൂ പെയർ in which we can store the state of every view in the bundle. Let it be the edit text, text view, checkbox, or the scroll position of list view or recycler view. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബണ്ടിലിനകത്ത് സേവ് ചെയ്യുന്നത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള പ്രിമിറ്റീവ് ഡാറ്റാസ് ആണ്. ഇപ്പോൾ ടെക്സ്റ്റ് വ്യൂവിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്തിരുന്നത്, എഡിറ്റ് ടെക്സ്റ്റിലൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡാറ്റാസ്, ചെക്ക് ബോക്സിൻ്റെ സ്റ്റാറ്റസ്,
അങ്ങനെയല്ലാതെ അല്ലെങ്കിൽ പൊസിഷൻ ലിസ്റ്റ് വ്യൂവിൻ്റെ ഒക്കെ സ്ക്രോൾഡ് പൊസിഷൻ ഇതൊക്കെ ആയിരിക്കും കീ വാല്യൂ പെയർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. When the application is restarted, then on restore instance state is called to which we provide this bundle and it automatically restores the activity to the state in which it was closed. This agenda enhances the user experience. അപ്പോൾ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഓൾറെഡി ഇതെല്ലാം സേവ് ചെയ്ത് വെക്കും. ഓൺ സേവ് ഇൻസ്റ്റൻസ് ചെയ്യുന്നുള്ള ഫംഗ്ഷൻ ബണ്ടിൽ പാരാമീറ്റർ ആക്കി സേവ് ചെയ്ത് വെക്കും. ഇനി നമ്മൾ ആക്ടിവിറ്റി റീസ്റ്റാർട്ട് ചെയ്യുമല്ലോ. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഡാറ്റാസ് ഈ ബണ്ടിൽ ഓട്ടോമാറ്റിക്കലി റീസ്റ്റോർ ചെയ്യും. ഓൺ റീസ്റ്റോർ ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അത് റീസ്റ്റോർ ചെയ്ത് അപ്പോൾ നമുക്ക് ഓപ്പൺ ആകുമ്പോൾ അത് ഇറ്റ് വിൽ എൻഹാൻസ് യൂസർ എക്സ്പീരിയൻസ്. നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറേജ് മെക്കാനിസം ആൻഡ്രോയിഡിലുണ്ട്. ഓൺ സേവ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് ആൻഡ് ഓൺ റീസ്റ്റോർ ഇൻസ്റ്റൻസ് സ്റ്റേറ്റ്. അപ്പോൾ ദിസ് ഇസ് നോട്ട് ദ കേസ് ഓഫ് പേഴ്സിസ്റ്റന്റ് ഡാറ്റ. നമ്മൾ പേഴ്സിസ്റ്റന്റ് ഡാറ്റ സ്റ്റോറേജ് പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് നോർമലി യൂസ് ചെയ്യുന്ന ഡാറ്റാസിൻ്റെ ഒരു സ്റ്റോറേജ് മെക്കാനിസം വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു ബ്രൗസർ ഓട്ടോമാറ്റിക്കലി ബ്രൗസർ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു ആപ്പ് വിൻഡോ ക്ലോസ് ആയി നമ്മളത് വീണ്ടും എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമ്മളുടെ ഡേറ്റാസ് ഒന്നും പോവാതെ ആ ഒരു സ്ഥലത്ത് തന്നെ വരുന്നത് ബിക്കോസ് ഓഫ് ദിസ് ഓൺ സേവ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് ആൻഡ് ഓൺ റീസ്റ്റോർ ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. നെക്സ്റ്റ്, വാട്ട് ടു സേവ്. നോർമലി ഇവർ എന്തൊക്കെയാണ് സേവ് ചെയ്യുന്നത്? ടെക്സ്റ്റ് ഇൻ എഡിറ്റ് ടെക്സ്റ്റ്, ഇൻസ്റ്റൻസ് ഓഫ് ഇമേജ് വ്യൂ, ദ പൊസിഷൻ ഓഫ് സ്ക്രോൾ വ്യൂ, കറന്റ് പ്ലേബാക്ക് ടൈം ഓഫ് വീഡിയോ, ചെക്ക് ബോക്സസ്, കറന്റ്ലി സെലക്ടഡ് വ്യൂസ്, ഇതൊക്കെയാണ് സേവ് ചെയ്യുന്നത് ഓൺ സേവ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റിൽ. വാട്ട് നോട്ട് ടു സേവ്? ഇമേജ്, വീഡിയോ, ഫയൽ, ഇന്റർനെറ്റ് ഡൗൺലോഡ്സ് അങ്ങനത്തെ ഒന്നും ഇതിൽ സേവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ദ ആക്ടിവിറ്റി ഈസ് റീസ്റ്റോർഡ് ഇഫ് ദ ആക്ടിവിറ്റി ഈസ് ക്ലോസ്ഡ്. സേവിംഗ് ഡാറ്റ ഇസ് ക്വിക്ക് ആൻഡ് സിമ്പിൾ ഇൻ കീ വാല്യൂ പെയർ. യൂസ്ഫുൾ വെൻ ഡിവൈസ് ഓറിയന്റേഷൻ. ഇതാണ് ആദ്യത്തെ കാര്യം. ഇതിൻ്റെ ഏറ്റവും വലിയ യൂസ് എന്ന് പറയുന്നത് നമ്മൾ പോർട്രേറ്റിന് മാറ്റി ലാൻഡ്സ്കേപ്പ് ആക്കി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആൻഡ്രോയിഡിൻ്റെ ലൈഫ് സൈക്കിൾ മെത്തേഡ് ഫ്രം സ്റ്റാർട്ട് ഓൺ ക്രിയേറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ റിസോഴ്സ് കോൺഫിഗറേഷനൊക്കെ നമുക്ക് ഇതിനു വേണ്ടി മാറ്റാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺ ക്രിയേറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കറണ്ട് ആക്ടിവിറ്റി എല്ലാം ഡിസ്ട്രോയ് ചെയ്തിട്ട് വീണ്ടും പുതിയത് തുടങ്ങുകയാണ്. പക്ഷെ അങ്ങനെ തുടങ്ങുമ്പോൾ ഇപ്പോൾ സപ്പോസ് നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ ലാൻഡ്സ്കേപ്പ് മാറ്റി അങ്ങനെ ഓറിയൻറ്റേഷൻ ചേഞ്ച് ആക്കി. നമുക്കത് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് കാണാനാണോ നമ്മൾ ആഗ്രഹിക്കുക? നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നൊട്ടല്ലേ കാണേണ്ടത്? സോ അങ്ങനെ ഒരു പ്രൊവിഷൻ നമുക്ക് തരുന്നത് ഈ ഒരു സേവ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് ആണ്. വീഡിയോൻ്റെ പ്ലേബാക്ക് ടൈം അതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് അങ്ങ് റീസ്റ്റോർ ചെയ്തെടുക്കുക ചെയ്യാം. സോ ഇറ്റ് ഇസ് യൂസ്ഫുൾ വെൻ ഡിവൈസ് ഓറിയൻറ്റേഷൻ ഇസ് ചേഞ്ച്. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോർഡ് ഇസ് നോട്ട് പെർസിസ്റ്റന്റ്. ഡാറ്റ സ്ലോസ് ഇഫ് ദ ഡിവൈസ് ഇസ് റീസ്റ്റാർട്ടഡ്. ഇപ്പം നമ്മളുടെ ഫോണാണെങ്കിൽ തന്നെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വീഡിയോസിൻ്റെ സ്റ്റാർട്ടിംഗ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പം അങ്ങനത്തെ ഡാറ്റാസ് എല്ലാതും പെർസിസ്റ്റന്റ് ഡേറ്റാസ് അല്ല. ഡാറ്റ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ലോസ്റ്റ് ആവും. സോ ഇത്രയാണ് ഓൺ സേവ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ്, സേവ്ഡ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് എന്നുള്ള മെത്തേഡ്. ഡു നോട്ട് സേവ് ഡാറ്റ ഇഫ് ദ ആപ്പ് ഇസ് ക്ലോസ്ഡ് ബൈ ഫിനിഷ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞാലും ഇത് സേവ് ചെയ്യില്ല. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മളുടെ നമ്പർ 1 ഞാൻ കണ്ടു നമ്പറിങ് ഇവിടുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പെർസിസ്റ്റിംഗ് ഡാറ്റ ടൈപ്പിൽ നമ്പർ ഇവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് വൺ ഇസ് ഷെയർഡ് പ്രിഫറൻസസ്. Shared preferences provide a quick interface to save and retrieve small unstructured data in a key value pair. You have a string key and the corresponding primitive value for that key. Boolean, string, int, float or long. ഇതായിരിക്കാം values. The data in shared preferences persist across user session even if application is killed and restarted or the device is rebooted. നമ്മളിപ്പോൾ സേവ്ഡ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ്സ് പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് ഓൾമോസ്റ്റ് ഇത്. അതൊരു സ്മോൾ അൺസ്ട്രക്ചേർഡ് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. കീ വാല്യൂ പെയർ ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. കീസ് ഉണ്ടായിരിക്കും, അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ഉണ്ടായിരിക്കും. വാല്യൂസ് ബൂളിയൻ, സ്ട്രിങ്, ഇൻറ്റ്, ഫ്ലോട്ട്, ലോങ് ഒക്കെ ആവാം വാല്യൂസ്. പക്ഷേ ഈ ഡാറ്റാസ് പേഴ്സിസ്റ്റ് ചെയ്യും. അതായത് ഈവൻ നമ്മളുടെ ആപ്ലിക്കേഷൻ കിൽ ചെയ്താലും റീസ്റ്റാർട്ട് ചെയ്താലും ഓർ ഇഫ് ദ ഡിവൈസ് ഇസ് റീബൂട്ടഡ് ദിസ് ഡാറ്റ ഇസ് പേഴ്സിസ്റ്റൻ്റ് ആണ്. Android platform stores the application's shared preferences in an XML file with a private access to the application. Okay. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും ഷെയർ പ്രിഫറൻസസ് ഉണ്ടായിരിക്കാം. അത് നമ്മൾ ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു XML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. An application may have one or more shared preference files. ഡിഫോൾട്ട് ഷെയർ പ്രിഫറൻസ് ഉണ്ടായിരിക്കാം. അതുപോലെ നമുക്ക് ഡിഫൈൻ ചെയ്ത് യുണീക്ക് നെയിം വെച്ചിട്ട് മോർ ദാൻ വൺ ഡിഫൈൻ ചെയ്യാനും പറ്റും. Share preference data is lost when the user uninstalls the application or clears the application data from settings. ക്ലിയർ ആണെന്ന് വിചാരിക്കുക അല്ലേ? ഈ ഡാറ്റാസ് ഒരിക്കലും റീബൂട്ട് ചെയ്താലോ റീസ്റ്റാർട്ട് ചെയ്താലോ ഒന്നും പോവില്ല. അത് പോകുന്നത് ഓൺലി വെൻ ദ യൂസർ അൺഇൻസ്റ്റാൾസ് ദ ആപ്പ്
or data is cleared from the settings. What to save and what not. Save ചെയ്യുന്നത് to point out what kind of data to store in shared preferences. Consider the example of a game application. Okay. Every time the user logs into the application, user should be able to see the username, the last level he was in coupled with, the high score that user has made. Also, the application has to maintain user settings preferences. If the user has turned on or off the music of the game or notifications at the same time, there are things that shared preferences are not capable of storing. When it comes to storing of large data, then shared preference is not the right choice. It fails to store large data. Do not opt for shared preferences when you need to store image, video, audio file, large text file, spreadsheet or presentation. ഓക്കെ ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. ഇപ്പോൾ വാട്ട് ടു സേവ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് സേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗെയിം ആപ്പ് എടുക്കാൻ വെച്ചാൽ നമ്മൾ മ്യൂസിക് ഓൺ ആണോ ഓഫ് ആണോ, നമ്മളുടെ യൂസർ നെയിം എന്താണ്, ലാസ്റ്റ് ലെവൽ എന്താണ്, ഹയസ്റ്റ് സ്കോർ എന്താണ്, അങ്ങനെ കീ വാല്യൂ പെയർ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ലാർജ് ഫയൽസ്, ഓഡിയോസ്, വീഡിയോസ്, ഇമേജസ്, സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻസ്, ഇതൊന്നും നമുക്ക് സേവ്ഡ് പ്രിഫറൻസസ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഷെയർഡ് പ്രിഫറൻസസ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അഡ്വാൻറ്റേജസ് ഓഫ് ഷെയർഡ് പ്രിഫറൻസസ് വർക്ക്സ് ഓൺ ദ കീ വാല്യൂ ബേസിസ്. Simply provide the key and get corresponding values. Just a few lines of code required to manipulate the data. Data is private. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ ആപ്ലിക്കേഷൻ ഏത് ആപ്ലിക്കേഷനാണോ ഷെയർഡ് പ്രിഫറൻസ് ഉള്ളത് അത് ആ ആപ്ലിക്കേഷന് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുക, പ്രൈവറ്റ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഫുൾ വെൻ നീഡ് ടു സ്റ്റോർ യൂസർ പ്രിഫറൻസസ് സ്റ്റോർ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. വെൻ നീഡഡ് യു ക്യാൻ ഷെയർ. ഓക്കെ, വെൻ നീഡഡ് വി ക്യാൻ ഷെയർ ദ ഡാറ്റ എമംഗ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്. റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഡാറ്റ ഇസ് ഈസി ആൻഡ് ഫാസ്റ്റ്. Unless the application is uninstalled or the data is cleared from settings, the data persists in the application. The disadvantage നോക്കാം. Cannot store large amount of data, cannot store image, audio or video, ഇതൊന്നും പറ്റില്ല. Fails to store structured data. Structured data സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. Storing huge amount of data in memory affects the speed and efficiency of the application. നമ്മൾ ഓരോ ആപ്ലിക്കേഷനും ഒരു XML ഫയലായിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലോഡ് ആവാൻ ബുദ്ധിമുട്ടാവും, അതിൻ്റെ എഫിഷ്യൻസിനെ അത് എഫക്ട് ചെയ്യും. സോ ഇൻ ഷെയർഡ് പ്രിഫറൻസസ് എന്ന് പറഞ്ഞാൽ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ പ്രിഫറൻസസ് സിമ്പിൾ ആയിട്ടുള്ള കീ വാല്യൂ പെയർ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ചെറിയ ഡാറ്റ, സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റാസിനെ ഒരു XML ഫയലായിട്ട് ആപ്ലിക്കേഷൻ്റെ കൂടെ സേവ് ചെയ്യുന്നു. ഡാറ്റ വിൽ ബി പ്രൈവറ്റ് ടു ദ ആപ്ലിക്കേഷൻ. അതുപോലെ റീസ്റ്റാർട്ട് ചെയ്താലോ റീബോട്ട് ചെയ്താലോ ഒക്കെ ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. അത് പോകുന്നത് വെൻ വി അൺഇൻസ്റ്റാൾ ദ ആപ്പ് ഓർ വെൻ വി ക്ലിയർ ദ ആപ്ലിക്കേഷൻ ഡാറ്റ ഫ്രം സെറ്റിംഗ്സ്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ദ നെക്സ്റ്റ് വേ ഓഫ് സ്റ്റോറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ്. നമ്മളുടെ ആപ്പ് ഇന്റേണൽ മൊബൈലിൻ്റെ ആണെങ്കിൽ മൊബൈലിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ്, ഡിവൈസിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജൊക്കെ ഡാറ്റ റൈറ്റ് ചെയ്യുന്നു, ഡാറ്റ റീഡ് ചെയ്യുന്നു. വെൻ ദ ഡാറ്റ ഈസ് ലാർജർ ഇൻ എമൗണ്ട് ഓർ ദ ഡാറ്റ ടൈപ്പ് ഇസ് നോട്ട് പ്രിമിറ്റീവ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കീ വാല്യൂ പെയർ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ആ വാല്യൂവിൽ വരുന്നത് ബൂളിയൻ, ഞാനതിവിടെ കാണിച്ചിട്ടുണ്ടായി, ഒന്നുകൂടെ കാണിച്ചു തരാം. യെസ്, ബൂളിയൻ, സ്ട്രിങ്, ഇൻറ്റ്, ഫ്ലോട്ട്, ലോങ്, ഇതുപോലെ കീസ്, ഇതുപോലത്തെ വാല്യൂസ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കീ വാല്യൂ പെയർ ആയിട്ട് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് മാത്രമാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എപ്പോഴും പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് മാത്രമല്ല ഉണ്ടാവുക അല്ലേ. സോ when the large data is larger in amount or the data type is not primitive, we store the data in device storage. Every Android device file storage area is divided into two parts, internal storage and external storage. Internal storage is a built-in non-volatile memory which is always available on the device. The internal storage directory is private to your application and the data cannot be accessed by other applications. Moreover, you may store text and binary data like images in your device internal memory. The data saved in the internal storage of the device is removed as soon as the application is uninstalled from the device. File class and its various methods are used to store and retrieve the data in internal file storage. So, ഇതെല്ലാം സിമ്പിൾ പോയിന്റ്സ് ആണ്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഒരു ഏത് ഡിവൈസ് കഴിഞ്ഞാലും അതിൻ്റെ മെമ്മറി ഏരിയ, സ്റ്റോറേജ് ഏരിയസ് ഡിവൈഡ് ഇൻ ടു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്റ്റോറേജ്. സോ ദിസ് ഇന്റേണൽ സ്റ്റോറേജ് ഇസ് പ്രൈവറ്റ് ടു ദ ആപ്ലിക്കേഷൻ. സോ അതിനകത്താണ് പ്രൈവറ്റ് ഡേറ്റാസ് അല്ലാതെ ഉണ്ടാവുന്നത്. ആൻഡ് അതുപോലെ ആ ഡേറ്റാസ് ആപ്ലിക്കേഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക്കലി അൺഇൻസ്റ്റാൾ ചെയ്ത് പോയിക്കോളും. ദെൻ വാട്ട് ടു സേവ്. ഇന്റേണൽ സ്റ്റോറേജിൽ സേവ് ചെയ്യുന്നത് ലാർജ് ടെക്സ്റ്റ് ഫയൽ, സ്പ്രെഡ്ഷീറ്റ്, CSV ഫയൽ, ഇമേജ് തമ്പനൽസ്. വാട്ട് നോട്ട് ടു സേവ്, ലാർജ് ഓഡിയോ, വീഡിയോ,
ഫയൽസ് ലാർജർ ദാൻ ടോട്ടൽ 1 MB. നമ്മളുടെ മെമ്മറി കപ്പാസിറ്റി അനുസരിച്ചിട്ടോ, നമ്മളുടെ ഇന്റേണൽ കപ്പാസിറ്റി അനുസരിച്ച് അത്രയും ലാർജ് ഫയൽസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഇന്റേണൽ സ്റ്റോറേജിൽ സേവ് ചെയ്യാതിരിക്കാൻ നല്ലത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഓവറോൾ പെർഫോമൻസിനെ അത് എഫക്ട് ചെയ്യും. അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ ഫയൽ സ്റ്റോറേജ്: ഡാറ്റ ആക്സസ് ഇസ് പ്രൈവറ്റ്. ഏതൊരു ആപ്ലിക്കേഷന്റെ ഡാറ്റ ആ ആപ്ലിക്കേഷന് മാത്രമേ അവൈലബിൾ ആവുള്ളൂ. Neither the user nor other application can access the data in internal storage. നമുക്ക് ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ മൊബൈൽ ഇപ്പോൾ സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫോൾഡേഴ്സ് കാണാം. ആ ഫോൾഡേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ വേറെ കുറേ ഫോൾഡേഴ്സും അതിനകത്ത് കുറേ ഫയൽസും കാണാം. ചില ഫയൽസൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാറില്ല. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റാസ് നമുക്ക് റീഡബിൾ ഫോമിലല്ല. സോ അതിൻ്റെ കാരണം അതൊക്കെ ഇന്റേണൽ ഡേറ്റാസ് ആണ്. ആ ഒരു ആപ്ലിക്കേഷന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റാസ് ആണത്. അത് യൂസറിനോ വേറൊരു ആപ്ലിക്കേഷനോ ഒന്നും റീഡ് ചെയ്യാൻ പറ്റില്ല. സോ ദ ഇന്റേണൽ സ്റ്റോറേജ് ഇസ് ഓൾവേസ് അവൈലബിൾ ഓൺ ദ ഡിവൈസ്. റീഡ് ആൻഡ് റൈറ്റ് ഡാറ്റ ഡു നോട്ട് റിക്വയർ യൂസർ പെർമിഷൻ. അഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അൺഇൻസ്റ്റാളിംഗ് ദ ആപ്ലിക്കേഷൻ റിമൂവ്സ് ഡാറ്റ ഇന്റേണൽ സ്റ്റോറേജ്. കനോട്ട് സ്റ്റോർ ലാർജ് എമൗണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റയും പോകും. സോ ദ എക്സ്റ്റേണൽ സ്റ്റോറേജ് ലൈക്ക് SD കാർഡ് അതല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറി. നമ്മളുടെ ആപ്പ് ഇതിലോട്ട് റൈറ്റ് ചെയ്യുന്നു, ഇതിൽ നിന്ന് റീഡ് ചെയ്യുന്നു. എക്സ്റ്റേണൽ സ്റ്റോറേജ് ഇസ് എ റിമൂവബിൾ സ്റ്റോറേജ് മീഡിയം ലൈക്ക് ആൻ SD കാർഡ്. Today, lot of devices do not support SD card. However, the permanent storage is divided into internal and external storage modules. You will need user permission to access external storage. The external storage is, however, the default public in access. Any application or user can see and manipulate the data in external storage. Final class and its methods to save, retrieve and delete data in external storage. It stores large amount of data with any data type. അപ്പോൾ മേജർ പോയിന്റ്സ് എല്ലാം പറഞ്ഞു. ഇപ്പോൾ SD കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല തന്നെ നമ്മളുടെ പെർമനന്റ് സ്റ്റോറേജിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിലൊരു പോർഷൻ ഇന്റേണൽ സ്റ്റോറേജും ഒരു പോർഷനും എക്സ്റ്റേണൽ സ്റ്റോറേജ് ആയിട്ടായിരിക്കും ഡിവിഷൻ എടുക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് എക്സ്റ്റേണൽ സ്റ്റോറേജിൽ റീഡും റൈറ്റും എടുക്കണമെങ്കിൽ നമ്മളുടെ യൂസർ പെർമിഷൻ വേണം. ദെൻ അതുപോലെ തന്നെ ഡാറ്റാസ് എല്ലാം പബ്ലിക്കാണ്. യൂസറിനോ വേറെ ഏത് ആപ്ലിക്കേഷനും വേണമെങ്കിലും ഈ ഡാറ്റാസ് ആക്സസ് ചെയ്യാം. ഡിഫറെൻറ്റ് ഫയൽ ക്ലാസ്സസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് സേവും റിട്രീവും ഒക്കെ ചെയ്യുന്നത്. ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ സേവ് ചെയ്യാനും പറ്റും. വാട്ട് ടു സേവ്? ലാർജ് സൈസ് ഇമേജസ്, ഓഡിയോ, വീഡിയോ, ഡൗൺലോഡ്സ് ഫ്രം ഇന്റർനെറ്റ്, ഡോക്യുമെന്റ്സ് ഫയൽ, എനിത്തിങ് we can save. What not to save? Any data that you don't know what to share with other application or the user. ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ പബ്ലിക്കാണ്. അതുകൊണ്ട് നമുക്ക് ഷെയറിങ് ചെയ്യേണ്ടാത്ത ഡാറ്റയൊന്നും ഇപ്പം എക്സ്റ്റേണലി സേവ് ചെയ്യാൻ പാടില്ല. അഡ്വാൻറ്റേജസ് പറയുമ്പോൾ സ്റ്റോർ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ, ക്യാൻ സ്റ്റോർ എനി ടൈപ്പ് ഓഫ് ഡേറ്റ. Data remains in the storage even if the application is uninstalled or data is cleared from settings. അതുണ്ട് കേട്ടോ. എക്സ്റ്റേണലി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസ് നമ്മളുടെ ആപ്പ് കളഞ്ഞാലും അതിനകത്ത് ഉണ്ടാവും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡാറ്റ ഈസ് വേൾഡ് റീഡബിൾ. വേൾഡ് റീഡബിൾ മീൻസ് അതർ ആപ്ലിക്കേഷൻ ക്യാൻ റീഡ് ദ ഡേറ്റ, യൂസർ ക്യാൻ റീഡ് ദ ഡേറ്റ. ഇൻ ജനറൽ എനി ആപ്ലിക്കേഷൻ ഓർ യൂസർ ക്യാൻ റീഡ് ദ ഡേറ്റ. നോട്ട് ഓൾവേസ് അവൈലബിൾ ആസ് ദ യൂസർ മേ റിമൂവ് ദ SD കാർഡ് ഫ്രം ദ ഡിവൈസ്. അതായത് ഇന്റേണൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഉണ്ടാവും. ഫോണല്ല ഡിവൈസിൽ തന്നെ ഉണ്ടായിരിക്കും. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സപ്പോസ് അത് SD കാർഡൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യാം. സോ വിച്ച് മീൻസ് അത് ഓൾവേസ് അവൈലബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. മേജർ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇറ്റ്സ് വേൾഡ് റീഡബിൾ തന്നെയാണ്. പ്രൈവറ്റ് ഡേറ്റാസ് ഒരിക്കലും പ്രൈവറ്റ് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് എക്സ്റ്റേണൽ ഫയൽ സ്റ്റോറേജ് എടുക്കരുത്. ദെൻ അബൌട്ട് SQLite ഡാറ്റാബേസ്. SQLite database, insert, update, query, delete. These are the commands used to manipulate the database. SQLite is an RDBMS library that implements SQL database engine, which is self-contained, which means no other component required, serverless, no server backend is there, zero configuration, does not need to configure, transactional, changes within a single transaction, stores data in a table of rows and columns, like relational പോലെ തന്നെ റോസ് ആൻഡ് കോളംസ് ഒക്കെ ആയിട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യുക. സോ SQLite ഡാറ്റ ആൻഡ്രോയിഡിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഡാറ്റാബേസ് ആണ് SQLite ഡാറ്റാബേസ്. അപ്പം നമുക്ക് സ്ട്രക്ചർ ഡാറ്റ സ്റ്റോർ ചെയ്യാനാണെന്ന് വെച്ചാൽ SQLite ഡാറ്റാബേസ് എടുക്കാം. SQLite പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കുന്നില്ല, കാരണം നമുക്ക് ഇനിയും വരുന്നുണ്ട്. SQLite മാത്രമായിട്ട് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ആ വീഡിയോയിൽ പറയാം. ദെൻ SQLite എപ്പോഴും നോക്കാനുള്ള സീറോ കോൺഫിഗറേഷൻ ആണ്, സെർവർലെസ് ആണ്. നമുക്കൊരു ബാക്ക് ആൻഡ് സെർവറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈസിയാണ് കോൺഫിഗർ ചെയ്യാനായിട്ടും യൂസ് ചെയ്യാനായിട്ടൊക്കെ വളരെ ഈസി ആയിട്ടുള്ള റോസ് ആൻഡ് കോളംസ് ആയിട്ട് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ആണ്. സോ ട്രാൻസാക്ഷൻ ഇൻ SQLite ആർ ആസിഡ് പ്രോപ്പർട്ടീസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. സിസ്റ്റം ക്രാഷസ് ഡു നോട്ട് എഫക്റ്റ്. സിസ്റ്റം ക്രാഷ് ആസിഡ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ തന്നെ സിസ്റ്റം ക്രാഷ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് റിലയബിലിറ്റി ഉണ്ട്. സോ പ്രോബ്ലം ഉണ്ടാവില്ല.
SQLite database is a premium choice when you need to manipulate structured data frequently. അപ്പോൾ സ്ട്രക്ചർഡ് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ നോർമലി ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. ദെൻ ക്വറി എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ SQLite database റിട്രീവ് ചെയ്യുന്നതോ ഡാറ്റാസ് ആക്സസ് ചെയ്യുന്നതൊക്കെ. We use a query language to interact with the database. Queries can be complex, but basically we use the following operation: inserting data, deleting data, updating data, retrieving data. These are the operations which are possible with the database. Then there are another point, cursor. Cursor is an object interface that provides random read-write access to the results set returned by the database query. So നമുക്ക് റിട്രീവ് ചെയ്യണമെങ്കിൽ ഡാറ്റാബേസിൽ നിന്ന് ക്വറി വെച്ച് ഡാറ്റാസ് റിട്രീവ് ചെയ്യണമെങ്കിൽ ആ റിട്രീവ് ചെയ്യുന്നവരെ കേഴ്സർ നമ്മൾ കണ്ടന്റ് പ്രൊവൈഡർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കേഴ്സറിലോട്ടാണ് സേവ് ചെയ്യുന്നത്. കേഴ്സർ ആണ് ഇറ്റ്സ് എ പോയിന്റർ ടു ദ റോസ് ഓഫ് ദ ടേബിൾ ഓഫ് ദ ഡാറ്റാബേസ്. Cursor class provides methods to run the cursor throughout the structured data, methods to retrieve data from columns of each row, etc. സോ നമ്മുടെ SQLite പറയുമ്പോൾ SQLite ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചേർഡ് ഡാറ്റ വെക്കുന്നതിന് വേണ്ടിയാണ്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് SQLite എടുക്കുക. ദെൻ അതിൻ്റെ മേജർ 2 പോയിന്റ്സ് പറയാവുന്നത് ക്വറിയും കേഴ്സറും ആണ്. ക്വറി യൂസ് ചെയ്തിട്ടാണ് ഇൻട്രാക്ഷൻ നടക്കുന്നത്. ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ്, റിട്രീവ് അതെല്ലാം നടക്കും. റിട്രീവ് ചെയ്ത ഡാറ്റാസിലേക്കുള്ള ഒരു പോയിന്റർ ആണ് കേഴ്സർ. കേഴ്സർ പോയിന്റർ വെച്ചിട്ട് വേണം റിട്രീവ് ചെയ്ത ഡാറ്റാസിനെയൊക്കെ നമുക്ക് റീഡ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ റിട്രീവ് ചെയ്യാനൊക്കെ. ഓക്കെ, നെക്സ്റ്റ് വാട്ട് ടു സേവ്. റിലേറ്റഡ് ഡാറ്റ ലൈക്ക് എ ഫോൺ കോൺടാക്ട്, user statistics, update, delete, view, flag, URL, URI ഇതെല്ലാം നമുക്ക് സേവ് ചെയ്യാം. വാട്ട് നോട്ട് ടു സേവ്. ഇമേജസ് ആസ് വെൽ ആസ് മീഡിയ ഫയൽസ് സേവ് ചെയ്യാൻ ഒരു നല്ല ഓപ്ഷൻ അല്ല SQLite. നോൺ റിലേഷണൽ ഡാറ്റ, സിംഗിൾ കീ വാല്യൂ പെയർ, ഡോക്യുമെന്റ് ഫയൽസ് എക്സെട്ര. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സെർവർലെസ് ആണ്. സോ നോ കോൺഫിഗറേഷൻ റിക്വയർഡ്, ഏബിൾ ടു കൺട്രോൾ റിഡൻഡൻസി, മെയിൻറ്റെയിൻസ് ദ ഇൻറ്റഗ്രിറ്റി, ക്യാൻ ഷെയർ ഡാറ്റ യൂസിങ് കണ്ടന്റ് പ്രൊവൈഡർ വെൻ നീഡഡ്. നമുക്ക് കണ്ടന്റ് പ്രൊവൈഡർ വെച്ചിട്ട് ഷെയർ ചെയ്യാം. ഇൻ്റഗ്രേറ്റഡ് വിത്ത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, അതാണ് ഒരു ബിഗ്ഗർ അഡ്വാൻറ്റേജ്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ കൂടെ ഇൻ്റഗ്രേറ്റഡ് ആണ്. നമുക്ക് ഫർദർ കോൺഫിഗറേഷനോ ഇൻസ്റ്റാളേഷനോ ഒന്നും ആവശ്യമില്ല. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ കനോട്ട് സ്റ്റോർ മീഡിയ ഫയൽസ്, ഡാറ്റ ലോസ് ഓൺ റിമൂവൽ ഓഫ് ദ ആപ്ലിക്കേഷൻ. മീഡിയ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ആപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ഉണ്ടാവില്ല. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ നെറ്റ്വർക്ക് കണക്ഷൻ ആണ്. അപ്പോൾ നമ്മളുടെ ആൻഡ്രോയിഡ് ആപ്പ് നെറ്റ്വർക്കിൽ സേവ് ചെയ്യുന്നതാണ്. ദ നെറ്റ്വർക്ക് കണക്ഷൻ ക്യാൻ ബി യൂസ് ടു റിട്രീവ് ആൻഡ് സെൻഡ് ഡാറ്റ ടു എ ബാക്ക് എൻഡ് സെർവർ ഓഫ് യുവർ ആപ്ലിക്കേഷൻ. ഇൻ ദിസ് കേസ് ബാക്ക് എൻഡ് സെർവർ മെയിൻറ്റെയിൻസ് ദ ഡാറ്റാബേസ്. So there are several APIs through which you can access this data. Every time you have to hit an API URL to receive or send data. Then to perform network operation, we have the following packages: java.net star, android.net star applications വേണം network operations handle ചെയ്യാൻ വേണ്ടിയിട്ട്. Every time to perform a network operation, you have to open an HTTP connection and provide the method get or post. After that, you may be able to connect to the API URL and exchange the data. സോ ഒരു നെറ്റ്വർക്കിലുള്ള ഒരു സെർവറിലോട്ട് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും ഈ java.net star ആൻഡ് android.net star എന്നുള്ള മെത്തേഡ്സ് ഒക്കെ പാക്കേജസ് ഒക്കെ നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ ഒരു HTTP കണക്ഷൻ ഓപ്പൺ ആക്കണം. ഗെറ്റ് പോസ്റ്റ് PHP പഠിച്ചിട്ടുണ്ടാവും. ഗെറ്റ് പോസ്റ്റ് മെത്തേഡ്സ്, ആ മെത്തേഡ്സ് വെച്ചിട്ടായിരിക്കാം ഡാറ്റ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ എന്തൊക്കെ സേവ് ചെയ്യാൻ പറ്റുക? മീഡിയ ഫയൽ, ഡോക്യുമെന്റ്, യൂസർ പ്രിഫറൻസസ്. സേവ് ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഡാറ്റാസ്, ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ്, അങ്ങനത്തെ ഡേറ്റാസ് ഒന്നും നമുക്ക് പറ്റില്ല. പിന്നെ അത് ഓഫ്ലൈൻ ആയിട്ട് കിട്ടുന്ന ഡേറ്റാസ് ഒന്നും പറ്റില്ല. ഇനി ഡാറ്റ ദാറ്റ് യു മേ നീഡ് ഓഫ്ലൈൻ, ബിക്കോസ് അത് സ്റ്റോർ ചെയ്യുന്ന നെറ്റ്വർക്കിലാണ്. നമുക്ക് നെറ്റ്വർക്ക് വേണം സെർവറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഓഫ്ലൈൻ കിട്ടുന്ന ഡേറ്റാസ് ഒന്നും സ്റ്റോർ ചെയ്യരുത്. അഡ്വാൻറ്റേജ് പറയുമ്പോൾ ഈവൺ അൺഇൻസ്റ്റാളിംഗ് ദ ആപ്ലിക്കേഷൻ ഡു നോട്ട് എഫക്ട് ദ ഡാറ്റ ഇരിക്കുന്നത് വേറെ ഒരു സ്ഥലത്താണല്ലേ. അതുകൊണ്ട് നമുക്കിപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്താലും അത് എഫക്റ്റ് ചെയ്യില്ല. Can store any amount of data. There is no restrictions. Any amount of data can be stored. Disadvantage means internet connection is must to transfer data or to retrieve data. If backend server crashes, then all the data may lose. That's the biggest disadvantage. So, thank you. നമ്മളുടെ ടോപ്പിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കാം. ഡാറ്റ സ്റ്റോറേജ് ഓപ്ഷൻസ്, ആൻഡ്രോയിഡ്, പെർസിസ്റ്റന്റ് ഡേറ്റ. ഇപ്പോൾ നമ്മൾ പെർസിസ്റ്റിംഗ് ഡേറ്റ മെത്തേഡ്സ്, ഷെയർ പ്രിഫറൻസ്, ഇന്റേണൽ സ്റ്റോറേജ്, എക്സ്റ്റേണൽ സ്റ്റോറേജ്, SQLite ഡാറ്റാബേസ്, നെറ്റ്വർക്ക് കണക്ഷൻ എല്ലാത്തിനെ പറ്റിയും ഡിസ്കസ് ചെയ്തു. ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.